Hi, hello, good evening, Maklay. So, welcome back to our biology classes. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്തതാണ്. സോ ആ ഒരു സെഷനിൽ നിങ്ങൾ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എടുത്താൽ അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, ദാറ്റ് മീൻസ് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അതിൻ്റെ പാർട്സ്, ഒരു പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഏതൊക്കെയാണ്, അപ്പർ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയതാണ്. ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ്, അത് കഴിഞ്ഞ് ഫ്ലവർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഇൻഫ്ലോറസൻസിനെ പറ്റിയിട്ടും ഒരു രണ്ട് ഫാമിലീസിനെ പറ്റിയിട്ടും ബ്രാസിക്കേസിയെ അതുപോലെ തന്നെ സൊളനീസി എന്ന് പറയുന്ന ഫാമിലീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തു. സോ അതിൽ ഞാൻ പ്രത്യേകം ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് രണ്ട് ഫാമിലി മാത്രമാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് സൊളനീസി എന്ന് പറയുന്ന ഫാമിലി മാത്രമാണ്. പിന്നെ നമുക്ക് ഡയഗ്രത്തിൽ ഫസ്റ്റ് തന്ന ബ്രാസിക്കേസിയും. ബട്ട് ആസ് യൂഷ്വൽ നമുക്ക് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതുന്ന കുട്ടീനെ സംബന്ധിച്ച് അവർക്ക് ഫെബൈസിയെ അതുപോലെ തന്നെ ലഗുമിനോസിയെ ഇത്തരം കുറച്ചും കൂടെ അതായത് നമ്മളുടെ ടെക്സ്റ്റിൽ നിന്നും അല്ലാത്ത പോർഷൻസ് തന്നെ കുറച്ച് ഫാമിലീസ് പഠിക്കാനുണ്ട്. ദാറ്റ് വി വിൽ ബി ഡീലിംഗ് ലേറ്റർ. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NCERT പക്ക ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ദാറ്റ് എവ്രി വൺ ഡൺ ഇറ്റ് വെൽ. കാരണം ഓരോ കാര്യങ്ങളും എക്സാമ്പിൾസ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾസ് ഉള്ള ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് ആ എക്സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും റിവൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കി എടുക്കുക എന്നുള്ളത്. ഓക്കെ, വെനെവർ ആയിട്ട് ചൈന റോസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചൈന റോസിന് ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അത് നമ്മൾ മൈൻഡിൽ റിവൈൻഡ് ചെയ്യുന്ന വേണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടുഡേ വി ആർ ഗോയിങ് ടു ബിഗിൻ ദ 6th ചാപ്റ്റർ ഓഫ് ബയോളജി, ദാറ്റ് ഈസ് ദ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ മോർഫോളജി എന്ന് പറഞ്ഞപ്പം ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. ലൈക്ക് വി ക്യാൻ സീ a part of a plant, right? We can see the stem of a plant, we can see the leaf of a plant, we can see the flower or fruit of a plant. That is the observable characters we can see. അതിനാണല്ലോ നമ്മൾ ഒബ്സർവബിൾ ക്യാരക്ടർ എന്ന് പറയുന്നത്, that we can see, okay, with our naked eye. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ നേക്ഡ് ഐ വെച്ചിട്ട് കാണാൻ പറ്റാത്ത കുറേ ക്യാരക്ടറിസ്റ്റിക്സും ഈ പറയുന്ന പ്ലാന്റ്സിനുണ്ട്. സപ്പോസ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, വി ഹാവ് മെനി ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ആർ ബോഡി, റൈറ്റ്? സോ ഇതിലിപ്പം ഞാനൊരു ഹ്യൂമനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് നിങ്ങളിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് വി ഹാവ് അവർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ലൈക്ക് നമ്മളുടെ ഐസ് ആണെങ്കിലും നോസ് ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് ആണെങ്കിലും നമ്മളുടെ ഹെഡ് അതുപോലെ തന്നെ നമ്മളുടെ അതർ പാർട്സ് വിച്ച് വി ക്യാൻ സീ. ഓക്കെ, അതാണ് ഇത്രയും നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ ഇൻ കേസ് ഓഫ് നമ്മൾ ഒരു എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കുകയാണ്. വി ആർ ഡീലിംഗ് വിത്ത് ദ പ്ലാന്റ്സ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരുവാണ്. നമ്മളുടെ ഇന്നർ പാർട്സ് ഉണ്ട്, റൈറ്റ്? നമുക്ക് നമ്മളുടെ നേക്ഡ് ഐ കൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിന് ഓരോരോ പാർട്ടിനെ കാണണമെന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ഇന്ന പോർഷനിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്കാനിങ് ഐറ്റംസ് അതുപോലെ തന്നെ എക്സ്റേസ് ഇത്തരം കാര്യങ്ങൾ കുറേ നമുക്ക് തന്നെ അറിയാം. നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകും, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ചിലരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിലും ഇവരുടെ ഇന്നർ പാർട്ടിനെ നമുക്ക് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇവരുടെ ഇന്നർ പാർട്സിനെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഫ്ലവറിംഗ് പാർട്ടിൻ്റെ അനാറ്റമിനെ പറ്റി പഠിക്കും. അനാറ്റമി എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൽ നിങ്ങൾക്ക് റൂട്ടിനെ പറ്റി പഠിക്കാനുണ്ടാകും, സ്റ്റെമ്മിനെ പറ്റി പഠിക്കാനുണ്ടാകും, ലീഫിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം. ഒരു A4 ഷീറ്റ് എടുക്കുക. ആ A4 ഷീറ്റ് എടുത്തിട്ട് ലൈക്ക് മോണോകോട്ട് റൂട്ടും അതുപോലെ തന്നെ ഡൈക്കോട്ട് റൂട്ടും ഇങ്ങനെ രണ്ട് പോർഷനാക്കുക A4നെ. സോ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പം ഇപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ചിലപ്പം 2-3 കാര്യങ്ങളായിരിക്കും മോണോകോട്ട് റൂട്ടിൽ ഡിഫറൻസ് ഉണ്ടാവുക. സ്റ്റെമ്മിൻ്റെ കേസിലും അതെ, ലീഫിൻ്റെ കേസിലും അതെ. ലീഫിൻ്റെ കേസിൽ ഇപ്പോൾ ആദ്യം ഇഫ് വി ആർ സേയിങ് അബൌട്ട് ദ വീനേഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ബോത്ത് ഐസോബൈലാട്രൽ ലീഫിലും അതന്നെ പഠിക്കുക, മറ്റേ ലീഫിലും അതന്നെ പഠിക്കുക. സോ ഇങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. ക്ലിയർ ആയോ മക്കളെ? ഇതെന്തിനാ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്റർ അത്തരം ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ചിലപ്പം മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ എന്നുള്ള രീതിക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് അനാട്ടമി എന്ന് പറയുന്നത്.
സോ നമ്മൾക്ക് അത് മാറിപ്പോവാണ്ടിരിക്കാൻ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക രണ്ടാളുകളെ. ഇപ്പോൾ റൂട്ടിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ റൂട്ടുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക, സ്റ്റെമ്മുകളെ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക, ലീഫുകളെ തമ്മിലും കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. ക്ലിയർ ആയല്ലോ മക്കളെ? So that will be very useful for you. Okay, so here we begin that you can very easily see the structural similarities and varieties in the external morphology of the larger living organism, that we have dealt with that, right? If you are seeing a shrub, if you are seeing a herb and compare it with a mango tree, you can see the difference. Externally you can see the difference, you can see the varieties in their living beings, right? So both plants and animals, it includes both plants and animals. ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ആനിമലിൻ്റെ കേസിലാണെങ്കിലും ഒരു പ്ലാന്റിൻ്റെ കേസിലാണെങ്കിലും നമ്മൾക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് സിമിലാരിറ്റീസും കാണിക്കാം, ഒരുപാട് വെറൈറ്റീസും കാണിക്കാം. അവർ തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ടാവും, ചിലപ്പോൾ അവർ തമ്മിൽ ഭയങ്കര വെറൈറ്റി ഓഫ് ഡിഫറൻസസ് ഉണ്ടാകും. ക്ലിയർ? അപ്പം ദിസ് ഈസ് നേച്ചർ, ദിസ് ഈസ് ഓഫ് എ കൈൻഡ് ഓഫ് നേച്ചർ. അതാണ് പറയുന്നത്, നമ്മൾ അതെങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്, എക്സ്റ്റേണൽ മോർഫോളജി ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. Then similarly, if we were to study the internal structure, okay, ഇവിടുന്ന് അങ്ങോട്ടാണ് മക്കളെ ദിസ് ചാപ്റ്റർ ബിഗിൻസ്. ദാറ്റ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, അനാറ്റമി എന്ന് പറയുന്നത്. അത് മക്കൾ ആദ്യം ഓർത്ത് വയ്ക്കുക. അനാറ്റമി എന്ന് പറയുന്നത് എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നതാണ്? ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ആൻഡ് വൺ ഓൾസോ ഫൈൻഡ് സെവറൽ സിമിലാരിറ്റീസ് ആസ് വെൽ ആസ് ഡിഫറൻസസ്. സെയിം ആസ് മോർഫോളജി ഓർ സെയിം ആസ് ദ എക്സ്റ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്, we can see both differences and both similarities in case of this internal study. Okay, whenever we study about the anatomy of a flowering plant or anatomy of a plant or anything, it be plant or animal, anything be else, okay, we can see both differences and we can see both similarities. Okay, ഇത് രണ്ടും ഉണ്ട്. ഡിഫറൻസ് മാത്രമല്ല ഉണ്ടാവുക, സിമിലാരിറ്റീസും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പം റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാകും, പഠിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഇതിലുള്ളത് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ല ഡിഫറൻസും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അറേഞ്ച്മെൻറ്റ്സിലൊക്കെ ചിലതിൽ നല്ല ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ആ പോർഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ദിസ് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസസ് യു ടു ദ ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഹൈറൽ പ്ലാന്റ്സ്. സോ അനാറ്റമി എന്നുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ മീൻ ചെയ്യുന്നത് എന്താണ് മക്കളെ? ഇറ്റ് സേസ് അബൌട്ട് ദ ഇന്റേണൽ സ്ട്രക്ചർ. ഇറ്റ് സേസ് അബൌട്ട് ദ ഇന്റേണൽ സ്ട്രക്ചർ. ക്ലിയർ? This is very important, okay? And the functional organization. Clear ആണല്ലോ മക്കളെ? Functional organization. So, study of this internal characteristics or internal structure of plant is called the anatomy. We have done that, and plants have cells as the basic unit. പ്ലാന്റ്സിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന സെല്ലാണ്. നമ്മൾ ആനിമൽ കിങ്ഡം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് എവർ ബി ദാറ്റ് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ വാട്ട് എവർ ഒരു ഓർഗൻ തുടങ്ങുന്നത് സ്റ്റാർട്ട്സ് വിത്ത് ദ സെൽസ്, റൈറ്റ്? ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് സെൽ. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ആർക്കും. സോ ഇവിടെ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും ബേസിക് യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരെന്നാണ്? സെൽസ് തന്നെയാണ്. സെൽസ് ആസ് ദ ബേസിക് യൂണിറ്റ്. ആൻഡ് സെൽസ് എന്തായിട്ട് ഓർഗനൈസ് ചെയ്യും? ഇത് നമ്മളെവിടെ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് ഐ തിങ്ക് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണെന്ന് തോന്നുന്നു, ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് സെൽ എന്തായിട്ട് മാറും മക്കളെ? സെൽ എന്തായിട്ട് മാറും? ടിഷ്യൂ ആയിട്ട് മാറും. ആൻഡ് ദിസ് ടിഷ്യൂ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു ഓർഗൻസ്. ക്ലിയർ ആണോ? ഇതിൻ്റെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് വേർഷനാണ് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ, നോട്ട് ഇൻ മോർഫോളജി എൽസ് ഏതൊരു ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഐ തിങ്ക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആനിമൽ കിങ്ഡത്തിൽ പറഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. സെൽസ്, ടിഷ്യൂസ്, സെല്ലുലാർ ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈവൻ പ്ലാന്റ്സിൻ്റെ കേസ് ആണെങ്കിലും അവിടെ നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈവൻ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിലും ഇവരുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സെൽസ് ആണ്. ആൻഡ് ദിസ് സെൽസ് ആർ അറേഞ്ച്ഡ് ടു ഫോം ടിഷ്യൂസ്. ഈ സെൽസുകൾ കൂടിയിട്ടാണ് ടിഷ്യൂസ് ആയി മാറുന്നത്. ആൻഡ് ഈ ടിഷ്യൂസ് കൂടിയിട്ടാണ് എന്തായി മാറുന്നത്? ഓർഗനായിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ആൻഡ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഇൻ എ പ്ലാന്റ് ഷോസ് ഡിഫറൻസസ് ഇൻ ദെയർ ഇന്റേണൽ സ്ട്രക്ചർ. എല്ലാവരും ഒരേപോലെയാണോ ഉണ്ടാവുക? ഇപ്പോൾ സപ്പോസ് എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം എ ഹ്യൂമൻ. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹാൻഡ്സിൻ്റെ അതേ ഇന്നർ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ എൻ്റെ സ്റ്റൊമക്കിന് ഉണ്ടാവുക? അല്ല. ഇൻറ്റേർണലി സ്ട്രക്ചർ ഡിഫറെൻ്റ് അല്ലേ? എൻ്റെ ഐയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ആണോ എൻ്റെ നോസിന് ഉണ്ടാവുക? അല്ല. അവിടെയും ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ എന്ത് കാണിക്കും? ഡിഫറൻസസ് കാണിക്കും. ആൻഡ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഇൻ എ പ്ലാന്റ് ഷോ ഡിഫറൻസസ് ഇൻ ദെയർ ഇൻറ്റേർണൽ സ്ട്രക്ചർ വിതിൻ ആൻജിയോസ്പേംസ്. ആരാണ് മക്കളെ ആൻജിയോസ്പേംസ്? പെട്ടെന്ന് പറ. ആരായിരുന്നു ആൻജിയോസ്പേംസ്? ആൻജിയോസ്പേംസ് ആർ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആൻജിയോസ്പേംസ് ആർ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻജിയോസ്പേംസ് എന്താണ്, ജിംനോസ്പേംസ് എന്താണ്, ടെറിഡോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, ഓർക്കുന്നില്ലേ? സോ ആൻജിയോസ്പേംസ് ആർ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് ഇൻ ദസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദ മോണോകോട്സ് ആൻഡ് ഡൈകോട്സ് ആർ ഓൾസോ സീൻ ടു ബി അനാട്ടമിക്കലി ഡിഫറെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ആൻജിയോസ്പേംസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോണോകോട്ട് അതുപോലെ തന്നെ ഡൈക്കോട്ട്സ് ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതാണ് ഞാൻ കമ്പയർ ചെയ്ത് പഠിക്കുകയെന്ന് പറഞ്ഞത്. ലൈക്ക് ഇപ്പോൾ ഒരു റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ റൂട്ട് എടുക്കുകയാണ് ഞാൻ. ഓക്കെ, അനാലിസിസിന് വേണ്ടിയിട്ട് റൂട്ട് എടുത്തു. ഈ റൂട്ടിൽ ഡൈക്കോട്ട് പ്ലാന്റിൻ്റെ റൂട്ട് പോലെ അല്ല മോണോകോട്ട് പ്ലാന്റിൻ്റെ റൂട്ട് ഉണ്ടാവുക. ഇതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഇവർ ഡൈക്കോട്ട് പ്ലാന്റ് ആണോ മോണോകോട്ട് പ്ലാന്റ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഓൾസോ ഷോ അഡാപ്റ്റേഷൻ ടു ഡൈവേഴ്സ്ഡ് എൻവയോൺമെൻറ്റ്സ്. ഈ പറയുന്ന ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സിനും ഞാൻ പറഞ്ഞു സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഉണ്ടാവുന്നു. ഇങ്ങനെ ഡിസിമിലാരിറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒക്കെ അവർ കാണിക്കുന്നത്? എല്ലാവരും ഒരേ ഡൈവേഴ്സ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണോ? അല്ല. എല്ലാ പ്ലാന്റ്സും ഒരേപോലെ ഒരേ കാലാവസ്ഥയിൽ ഒരേ ഹാബിറ്റാറ്റിൽ അവർക്ക് ലൈഫ് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവരുടെ ഒരു അഡാപ്റ്റേഷൻ്റെ ബേസിസിലാണ് ഈ ഒരു ഡിഫറൻസസ് ഒക്കെ വരാം. ഓക്കെ, അവർക്ക് ഒരു ഹാബിറ്റാറ്റിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വട്ട് എവർ ദേ നീഡ് ടു അഡാപ്റ്റ് ദർ, അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ രൂപത്തിലാണ് ഈവൻ ഇൻറ്റേർണൽ ക്യാരക്ടേഴ്സ് പോലും ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മോർഫോളജിയുടെ കേസിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ഉണ്ടെന്ന്. ലൈക്ക് ഇപ്പോൾ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മോഡിഫിക്കേഷൻ ഉണ്ട്, സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലീഫ് മോഡിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാക്ടസ് എന്നുള്ള പ്ലാന്റ് എടുക്കുക. ഈ കാക്ടസ് എന്നുള്ള പ്ലാന്റ്സിൽ കുറേ തോൺസ് ഉണ്ടാവും. ഈ ഡെസേർട്ടിൽ ലൈഫ് സർവൈവ് ചെയ്യേണ്ടത് തന്നെ അവർക്ക് ലീഫ് ആകുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് പോവും. ഓക്കെ, ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് അവർക്ക് ലൂസ് ആവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിന് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവർക്ക് വാട്ടർ സ്റ്റോറേജിങ് കപ്പാസിറ്റി എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് തോൺസ് രൂപത്തിലുള്ളത്. നിങ്ങൾ ഈ ഡെസേർട്ടിൽ കാണുന്ന പ്ലാന്റ്സ് അല്ല നിങ്ങൾ പുറത്ത് കാണാം. ഡെസേർട്ട് ഹാബിറ്റാറ്റിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഉണ്ടാവുക. റൈറ്റ്, അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? വാട്ടർ സ്റ്റോറിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് എബിലിറ്റി വേണം. സോ അതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻറ്റേർണൽ ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് അഡാപ്റ്റേഷൻ. ക്ലിയർ? ഓക്കെ അല്ലേ മക്കളെ? അപ്പം എന്തിനാണ് നമ്മൾ മോർഫോളജിയിൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു? അവിടെ അഡാപ്റ്റേഷൻ എന്നുള്ളതിലുപരി നമ്മൾ പറഞ്ഞത് മോഡിഫിക്കേഷൻസ് എന്നായിരുന്നു. സോ ഹിയർ വി സീസ് അബൌട്ട് ദ അഡാപ്റ്റേഷൻസ് ഡ്യൂ ടു ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നൗ വി ആർ ഗോയിങ് ടു ബിഗിൻ ദ സിസ്റ്റംസ്. അതായത് ഒരു ഓബ്ജക്റ്റ് വട്ട് എവർ ബി ദാറ്റ്, ഓക്കെ, ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓബ്ജക്റ്റ്. ഞാൻ പറഞ്ഞു എല്ലാറ്റിൻ്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തെന്നാണ്? സെല്ലാണ്. ആ സെൽസുകൾ കൂടിയിട്ടാണല്ലോ ടിഷ്യൂ സിസ്റ്റം ഉണ്ടാവുന്നത്. സോ ഹിയർ വി ഹാവ് ടു ലേൺ അബൌട്ട് ദ ടിഷ്യൂ സിസ്റ്റം. എന്താണ് മക്കളെ ടിഷ്യൂ സിസ്റ്റം? ലൈക്ക് അതിൽ പ്രസൻ്റ് ആയിരിക്കുന്ന സെൽസിനെ ബേസ് ചെയ്തിട്ടല്ലേ ടിഷ്യൂ സിസ്റ്റം നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, കാരണം കുറേ സെൽസുകൾ കൂടിയിട്ടാണ് ടിഷ്യൂ സിസ്റ്റമായിട്ട് മാറിയത്. സോ ഓഫ് കോഴ്സ് ആ സെൽസിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ടിഷ്യൂ സിസ്റ്റത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട്, ആ ഒരു സെൽസിലുള്ള എന്തൊക്കെയോ സിമിലാരിറ്റി ഡിസിമിലാരിറ്റീസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടിഷ്യൂസിൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഹിയർ വി ലേൺ ദാറ്റ് ഈസ് ദ ടിഷ്യൂ സിസ്റ്റം. എല്ലാവരുടെ കൂടെ ഇല്ലേ മക്കളെ? നമ്മൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. ക്ലിയർ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് കേട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. Okay, so we are discussing types of tissues based on the types of cells present in it. Here we can classify this tissue system on the basis of the cell types present in it. Clear? And let us now consider how tissues vary depending on their location. So first classification വരുന്നത്
ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. അതായത് ടിഷ്യൂസ് നമുക്ക് ഒരു പ്ലാൻ ബോഡിയിൽ മക്കളെ ഒരു പ്ലാൻ ബോഡിയിൽ ടിഷ്യൂസ് എവിടെയാണ് കാണുന്നത്? അതായത് ഒന്ന് ലൊക്കേഷൻ ബേസിസിൽ നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ടിഷ്യൂവിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൊക്കേഷൻ ബേസിസിൽ നമുക്ക് ടിഷ്യൂ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് ഇവർ പറയുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ ഇൻ ദ പ്ലാൻ ബോഡി. Their structure and function would also be dependent on the location. ഈ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് അവരുടെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ മാറും. ക്ലിയർ ആണോ? അതായത് ഫസ്റ്റത്തെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണ് മക്കളെ? പ്ലാൻ ബോഡിയിൽ ഈ സെൽസ് എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റുക. സോ ഈ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ നിൽക്കുന്ന സെൽസിൻ്റെ സ്ട്രക്ചറും ഷേപ്പും വേരി ചെയ്യും. അത് അവിടുത്തെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് അവിടുത്തെ ഹാബിറ്റാറ്റ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ലൊക്കേഷനിൽ അവരുണ്ടാവുക. ഈ ബി എന്ന് പറയുന്ന ലൊക്കേഷനിലെ സെൽസ് അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും അവരുടേതായിട്ടുള്ള സ്ട്രക്ചറും കാണിക്കുന്നുണ്ടാകും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദർ സ്ട്രക്ചർ ആൻഡ് ലൊക്കേഷൻ ദർ ആർ 3 ടൈപ്സ് ഓഫ് ടിഷ്യൂ സിസ്റ്റം. ഇങ്ങനെ സ്ട്രക്ചറും ലൊക്കേഷനും ബേസ് ചെയ്തിട്ട് ടിഷ്യൂ സിസ്റ്റം മൊത്തം 3 എണ്ണം ഉണ്ട് മക്കളെ. എന്തായിരുന്നു? ഇതിലെ തന്നെ സ്ട്രക്ചറും അതുപോലെ തന്നെ സ്ട്രക്ചറും അതേപോലെ തന്നെ ഫംഗ്ഷനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവരെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ഏതൊക്കെയായിരുന്നു ആ 3 ടിഷ്യൂ സിസ്റ്റം? വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മൊത്തം 3 ടിഷ്യൂ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. Okay, the first one എന്ന് പറയുന്നതാണ് epidermal tissue system. The first one is epidermal tissue system and the second one എന്ന് പറയുന്നത് ground tissue system and the third one that is vascular tissue system. ഇങ്ങനെ 3 ടിഷ്യൂ സിസ്റ്റംസ് ആണ് മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കവറപ്പ് ചെയ്യാനുള്ളത്. എത്ര ടിഷ്യൂ സിസ്റ്റംസ് ആണുള്ളത് മക്കൾ പറഞ്ഞേ? എൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകണം. ഒന്നാമത്തെ ടിഷ്യൂ സിസ്റ്റമാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ tissue system. Second one ground tissue system and third one vascular tissue system. ഇതാണ് നമ്മളുടെ 3 ടിഷ്യൂ സിസ്റ്റംസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി ക്യാൻ ബിഗിൻ ദ ഫസ്റ്റ് ടിഷ്യൂ സിസ്റ്റം, ദാറ്റ് ഈസ് ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് മക്കളെ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് കവറിങ്. അതായത് നിങ്ങളൊരു പ്ലാൻ ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാൻ ബോഡിയുടെ ഈ ഒരു പ്ലാൻ ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് കവറിങ് ലെയർ ഉണ്ടാവില്ല, ഈ ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ് ലെയർ ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ എപ്പിഡെർമൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. അവിടെയാണ് എപ്പിഡെർമൽ ടിഷ്യൂസ് കാണുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഫസ്റ്റ് ബേസിക് ക്യാരക്ടറാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഫോംസ് ദ ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദി ഹോൾ പ്ലാൻ ബോഡി. സി ദിസ് ഇസ് എ പ്ലാൻ ബോഡി. ഇതൊരു പ്ലാൻ ബോഡി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ലെയർ കണ്ടോ? നിങ്ങൾ ഔട്ടർ മോസ്റ്റ് നിങ്ങൾ കാണുന്ന ഈ ഒരു വൈറ്റ് ലെയർ. ഓക്കെ, സോ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് മക്കളെ നമ്മളുടെ എപ്പിഡെർമൽ ടിഷ്യൂ. ക്ലിയർ? ഓക്കെ അല്ലേ? സോ ഒരു പ്ലാൻ ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് കവറിങ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? ഏത് ടിഷ്യൂ സിസ്റ്റമാണ്? ദാറ്റ് ഈസ് ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ആൻഡ് ഇറ്റ് കംപ്രൈസസ്. അതിൽ എന്തൊക്കെയാണ് ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക? ദാറ്റ് ഈസ് എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവും, സ്റ്റൊമാറ്റ ഉണ്ടാകും ആൻഡ് ദ എപ്പിഡെർമൽ അപ്പൻഡേജസും ഉണ്ടാകും. എന്താണ് എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ? ആരൊക്കെയാണ്? ദാറ്റ് ഈസ് ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ്. ട്രൈക്കോംസും അതുപോലെ തന്നെ ഹെയർസും ആണ് മക്കളെ നമുക്ക് എപ്പിഡെർമൽ അപ്പൻഡേജസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പിഡെർമൽ അപ്പൻഡേജസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക എന്തിനൊക്കെയാണ്? ആരൊക്കെയാണ് എപ്പിഡെർമൽ അപ്പൻഡേജസിലുള്ള ആളുകൾ? ദാറ്റ് ഈസ് ട്രൈക്കോംസ്, അതുപോലെ തന്നെ റൂട്ട് ഹെയർസ്. ട്രൈക്കോംസും ഉണ്ട്, റൂട്ട് ഹെയർസും ഉണ്ട്. ക്ലിയർ ആണോ? ട്രൈക്കോംസും റൂട്ട് ഹെയർസും ആണ് എവിടെ കാണുന്നത്? എപ്പിഡെർമൽ അപ്പൻഡേജസിലുള്ളത്. സോ വൺസ് അഗെയിൻ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് എ പ്ലാൻ ബോഡി. ക്ലിയർ ആയല്ലോ? ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്? ഇറ്റ് കംപ്രൈസസ് ഓഫ് എപ്പിഡെർമൽ എന്തൊക്കെയുണ്ട്? എപ്പിഡെർമൽ അപ്പൻഡേജസ് ഉണ്ട്. അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ട്രൈക്കോംസ് ആൻഡ് റൂട്ട് ഹെയർസ്. അതെന്താണ്? എപ്പോഴാണ് ഇതിനെ ട്രൈക്കോംസ് എന്ന് വിളിക്കുക? ഈ ഒരു ഹെയർ ടൈപ്പിന്
എപ്പോഴാണ് ട്രൈക്കോംസ് എന്ന് വിളിക്കുക, എപ്പോഴാണ് റൂട്ട് ഹെയർ എന്ന് വിളിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയും. ക്ലിയർ? അതുണ്ട്. പിന്നെ എപ്പിഡെർമൽ സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റോ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് ആണ്. ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് എപ്പിഡെർമിസ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് എപ്പിഡെർമിസ്. സി, എപ്പിഡെർമിസ് ആണ് നമ്മളുടെ ഒരു പ്ലാൻ ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് കവറിങ്. ആരാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പ്ലാൻ ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് മക്കളെ എന്ത്? ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് എപ്പിഡെർമിസ്. ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് മക്കളെ എന്ത്? എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി പ്രൈമറി പ്ലാൻ ബോഡി. ഒരു പ്രൈമറി പ്ലാൻ ബോഡിയുടെ ഔട്ടർ മോസ്റ്റ് കവറിങ് ഏതാണ്? എപ്പിഡെർമിസ് ആണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടിഷ്യൂ സിസ്റ്റം അതിലെ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അവിടുത്തെ സെൽസ് എങ്ങനെയാണെന്നുള്ളതും കൂടെ അറിയണം. ഞാൻ പറഞ്ഞു എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് പ്ലാൻ ബോഡിയാണ്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് കവറിങ് ഓഫ് ദ പ്ലാൻ ബോഡിയാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയൊക്കെയാണ് ഇരിക്കുക? How will be that? That is made up of elongated and compactly arranged cells. അവിടുത്തെ സെൽസിൻ്റെ, എപ്പിഡെർമിസിലെ സെൽസിൻ്റെ പ്രത്യേകതയാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് എപ്പിഡെർമൽ സെൽസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എപ്പിഡെർമിസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഔട്ടർ മോസ്റ്റ് പോർഷൻ. ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പോർഷൻ. ഇവിടുത്തെ സെൽസിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ അതെങ്ങനെയാണ്? ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇലോങ്ങേറ്റഡ് ആയിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. ക്ലിയർ ആയോ മക്കളെ? സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് വിച്ച് ഫോം എ കണ്ടിന്യൂസ് ലെയർ. വിച്ച് ഫോംസ് എ കണ്ടിന്യൂസ് ലെയർ ആണ്. ഇടയിൽ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ലെയേഴ്സ് അല്ല. എപ്പിഡെർമിസിൻ്റെ പ്രത്യേകത അത് ഇലോങ്ങേറ്റഡ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്. അടുത്തടുത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ അതെന്തായാലും എങ്ങനെ തന്നെ ആയിരിക്കും? ഒരു കണ്ടിന്യൂസ് ലെയർ ആയിരിക്കും. അതൊരു കണ്ടിന്യൂസ് ലെയർ ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ മക്കളെ? ദെൻ എപ്പിഡെർമിസ് ഇസ് യൂഷ്വലി സിംഗിൾ ലെയേർഡ്. ഇറ്റ് ഈസ് സിംഗിൾ ലെയേർഡ് ആയിരിക്കും. എപ്പിഡെർമിസ് എങ്ങനെയായിരിക്കും മക്കളെ? ഇറ്റ് ഈസ് സിംഗിൾ ലെയേർഡ്, കണ്ടിന്യൂസ് ലെയർ ആണ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംഗിൾ ലെയേർഡ്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് സിംഗിൾ ലെയേർഡ്. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് പാരൻകൈമാറ്റസ് സെൽസ്. എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത് മക്കളെ പാരൻകൈമാറ്റസ് സെൽസ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പാരൻകൈമ, എന്താണ് സ്ക്ലീറൻകൈമ എന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ നിങ്ങൾക്കത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ എന്ത് ചെയ്യാം, അത് പറഞ്ഞുതരാം. എന്താണ് പാരൻകൈമാറ്റസ് സെൽസ് അല്ലെങ്കിൽ എന്താണ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ്, കൊളൻകൈമാറ്റസ് സെൽസ് എന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലാസ്റ്റിൽ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പഴയ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ആൻഡ് നൗ ഇറ്റ് ഈസ് എലിമിനേറ്റഡ്. അത് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. അതിൽ കറക്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? അവരുടെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് മക്കളെ? എപ്പിഡെർമൽ സെൽസ് എങ്ങനെയാണ്? എപ്പിഡെർമൽ സെൽസ് ആർ പാരൻകൈമാറ്റസ്. എപ്പിഡെർമൽ സെൽസ് എങ്ങനെയാണ് മക്കളെ? ദേ ആർ പാരൻകൈമാറ്റസ്. പാരൻകൈമാറ്റസ് സെൽസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇനി ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സൈറ്റോപ്ലാസം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പാരൻകൈമാറ്റസ് സെൽസിൻ്റെ പ്രത്യേകതയാണ് ദേ ഹാവ് എ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം. ദേ ഹാവ് സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം ലൈനിങ് ദ സെൽ വാൾ. സെൽ വാളിനെ ലൈൻ ചെയ്തുകൊണ്ട് ഭയങ്കര ചെറിയൊരു എമൗണ്ടിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും. സെൽ വാളിനെ ലൈൻ ചെയ്തുകൊണ്ട് ചെറിയൊരു എമൗണ്ടിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് എ ലാർജ് വാക്യൂൾ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം, ഒരു ഡയഗ്രാം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സെൽ എന്ന് കൂട്ടാം. ഇതാണല്ലോ എൻ്റെ സെൽ വാൾ. ഈ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ മക്കളെ എൻ്റെ സെൽ വാൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു സെൽ വാളിനെ ലൈൻ ചെയ്തുകൊണ്ട് സി ഇങ്ങനെ എന്തുണ്ട്? സെൽ വാളിനെ ലൈൻ ചെയ്തുകൊണ്ട് സൈറ്റോപ്ലാസം ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സി ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നില്ലേ മക്കളെ? കാണുന്നില്ലേ? ഈ ഒരു സെൽ വാളിനെ ലൈൻ ചെയ്തുകൊണ്ട് എന്തുണ്ട്? സെൽ വാളിനെ ലൈൻ ചെയ്തുകൊണ്ട് നമുക്ക്
സൈറ്റോപ്ലാസം ഉണ്ട്. ദാറ്റ് മീൻസ് അവർക്കൊരു ലാർജ് വാക്യൂൾ ഉണ്ടാകും. കാരണം എന്താ, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് അത് ഭയങ്കര സ്മോൾ എമൗണ്ടിലുള്ളതെന്ന് പറയുമ്പോൾ ബാക്കി സെൻറ്റർ പോർഷൻ കംപ്ലീറ്റ്ലി ഫ്രീ അല്ലേ. സോ ഇറ്റ് എക്സിസ്റ്റ് ആസ് എ വാക്യൂൾ. അതെന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഒരു വാക്യൂൾ ആയിട്ടാണ് മക്കളെ എക്സിസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ മക്കളെ, വാക്യൂൾ ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്തൊരു ക്യാര എന്ന് പറയുന്നത് എന്താണ്, അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് മക്കളെ, ദാറ്റ് ഈസ് സൈറ്റോപ്ലാസം ഇസ് ഓൺലി സ്മോൾ എമൗണ്ട്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവർ സെൽ വാളിൽ ലൈനിങ് ആയിട്ട് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സെൽ വാളിനെ ലൈൻ ചെയ്യുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവിടുത്തെ അടുത്തൊരു ക്യാര ഇതിൽ നിന്ന് തന്നെ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കഴിയുമ്പം അടുത്ത നിങ്ങൾക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അല്ലാണ്ട് എക്സാം ഹോളിൽ ചെന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നോക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പോയിന്റിൽ നിന്നും നമുക്ക് അടുത്ത പോയിന്റ് ഇതാണ് വരിക എന്നുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ക്ലിയർ ആയല്ലോ? സോ ദ 7th വൺ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ചെറുതാണെങ്കിൽ, സൈറ്റോപ്ലാസം ജസ്റ്റ് സെൽ വാളിനെ ലൈൻ ചെയ്ത് നിൽക്കുന്നുള്ളൂ എങ്കിൽ അവിടെ എന്ത് പ്രസൻ്റ് ആണ്, വാക്യൂൾ ഈസ് പ്രസൻറ്റ്. അവിടെ എന്ത് പ്രസൻ്റ് ആണ് മക്കളെ, വാക്യൂൾ പ്രസൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഔട്ട്സൈഡ് ഓഫ് ദി എപ്പിഡെർമിസ് ഇസ് കവേർഡ് വിത്ത് എ വാക്സി തിക്ക് ലെയർ കോൾഡ് ക്യൂട്ടിക്കിൾ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്താ മക്കളെ ക്യൂട്ടിക്കിൾ? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വാക്സി ലെയർ ആണ്. വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് വാക്സി ലെയർ ആണ്. ഇത് എവിടെയാണ് കാണുന്നത്, ഈ എപ്പിഡെർമിസിന്റെ ഔട്ടർ ലെയർ ആയിട്ട് കാണുന്നതാണ് വാക്സി ലെയർ. ദാറ്റ് ഈസ് ദ ക്യൂട്ടിക്കിൾ. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് ദ ഔട്ട്സൈഡ് ഓഫ് ദ എപ്പിഡെർമിസ് ഇസ് ഓഫൻ കവേർഡ് വിത്ത് എ വാക്സി തിക്ക് ലെയർ. വാക്സി തിക്ക് ലെയർ ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഉണ്ടാവുന്നത്, എപ്പിഡെർമിസിന്റെ ഔട്ട്സൈഡിൽ കാണുന്ന ഒരു ലെയർ ആണ്. ക്ലിയർ ആയല്ലോ? നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, എപ്പിഡെർമൽ സെൽസിൽ പഠിച്ചു. എപ്പിഡെർമിസ് ഔട്ടർ മോസ്റ്റ് ലെയർ ആണെന്ന് പറഞ്ഞു. ആ എപ്പിഡെർമിസിലത്തെ സെൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇലോങ്ങേറ്റഡ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്. ഇങ്ങനെ കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആകുമ്പം അവിടെ എന്തായാലും കണ്ടിന്യൂസ് ലെയർ ആയിട്ടായിരിക്കും നിൽക്കുക, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കത്തില്ല. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണല്ലോ. ഇനി അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കത്തില്ല, കണ്ടിന്യൂസ് ലെയർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് ഇവർ സിംഗിൾ ലെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി സൈറ്റോപ്ലാസം ലൈൻ ചെയ്യുന്നത് സെൽ വാളിനെ മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വാക്യൂൾ പ്രസന്റ് ആയിരിക്കും. സൈറ്റോപ്ലാസം സ്മോൾ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദർ വിൽ ബി വാക്യൂൾ. ഓക്കെ, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് അതൊരു വാക്സി തിക്ക് ലെയർ ആണ്. ഓക്കെ, ഒരു വാക്സി തിക്ക് ലെയർ ആണ് മക്കളെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ക്യൂട്ടിക്കിൾ, എന്താണ് ഈ ക്യൂട്ടിക്കിളിന്റെ ഫംഗ്ഷൻ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് PYQs കണ്ടു വന്നിട്ടുണ്ട്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു വാക്സി ലെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു, അതൊരു തിക്ക് ലെയർ ആണെന്നും പറഞ്ഞു. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഈ പറയുന്ന എപ്പിഡെർമിസിന്റെ മേലേക്കൂടെ പിന്നെ ഒരു ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ലെയർ? സിമ്പിൾ, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പഠിച്ചു വെക്കുക. വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മക്കളെ ക്യൂട്ടിക്കിൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ദ വാട്ടർ ലോസ്, ടു പ്രിവെൻറ്റ് ദ വാട്ടർ ലോസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ തന്നിട്ടുണ്ട് ടു പ്രിവെൻറ്റ് ദ വാട്ടർ ലോസ്. ഇനി ഈ ക്യൂട്ടിക്കിൾ എല്ലാവർക്കും പ്രസൻ്റ് ആണോ? ഒരു പ്ലാന്റ് ബോഡിയുടെ എല്ലാ പ്ലാന്റ് പാർട്ടിലും ഈ പറയുന്ന ക്യൂട്ടിക്കിൾ പ്രസൻ്റ് ആണോ മക്കളെ? ആണോ? അല്ല. ക്യൂട്ടിക്കിൾ ആർക്ക് കാണാൻ പറ്റത്തില്ല? റൂട്ട്സിന് ഉണ്ടാവില്ല. സ്റ്റെമ്മിനാണ് നമുക്ക് ഈ ക്യൂട്ടിക്കിൾ കാണാൻ പറ്റുക. റൂട്ട്സിൽ ഈ ക്യൂട്ടിക്കിൾ എന്തായിരിക്കും? ആബ്സെൻ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂട്ടിക്കിൾ ഈസ് ആബ്സെൻറ്റ് ഇൻ റൂട്ട്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ക്യൂട്ടിക്കിൾ എന്താണ്, റൂട്ട്സിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെ ഇനി റൂട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇപ്പം സ്റ്റെമ്മിൻ്റെയും അതുപോലെ തന്നെ റൂട്ടിൻ്റെയും കേസിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പം ചിലപ്പം ക്യൂട്ടിക്കിൾ ഈസ് പ്രസൻറ്റ് ഇൻ റൂട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരിക, അല്ലെങ്കിൽ ദ ക്യൂട്ടിക്കിൾ ഓഫ് റൂട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് വരിക. ശ്രദ്ധിക്കില്ല, നമ്മൾ പെട്ടെന്ന് വായിച്ചിട്ട് പോവും. അപ്പം ബാക്കി പോർഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. ക്യൂട്ടിക്കിൾ ഇസ് പ്രസൻറ്റ് ഇൻ ദിസ് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എന്തൊക്കെയാണ് തന്നതൊക്കെ കറക്റ്റ് ആയിരിക്കും. ആക്ച്വലി റൂട്ടിൽ ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആണെന്നുള്ളത് നമുക്കിവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതാ പറഞ്ഞ് ഇവർ ട്വിസ്റ്റിംഗ് ആക്കിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് തരാം. ക്ലിയർ? അപ്പം റൂട്ട്സിൽ എന്ത് ആബ്സെൻ്റ് ആണ് മക്കളെ? ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു സ്ട്രക്ചറാണ്. ഇപ്പം നമ്മൾ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിച്ചു, എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിച്ചു. നൗ വി ആർ ഗോയിങ് ടു ലേൺ ദ എന്താണ് സ്റ്റൊമാറ്റ. ഓക്കെ, എവിടെയാണ് മക്കളെ സ്റ്റൊമാറ്റ കാണുക? സ്റ്റൊമാറ്റ കാണുന്നത് ലീവ്സിലാണ്.
Clear? So stomata are the structures present in the epidermis of the leaves. Leaves in the epidermis il കാണുന്ന structure ആണ് stomata. Leaves in the epidermis il കാണുന്ന structure ഏതാണ് മക്കളെ? That is stomata. And this stomata യുടെ function എന്താണ്? ഞാൻ പറഞ്ഞു നമ്മളുടെ ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിരേഷൻ ആൻഡ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിരേഷൻ പ്രോസസ്സൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റൊമാറ്റയുടെ പ്രോസസ്സ്. ഓക്കെ, സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചോദിക്കും, ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചോദിക്കും. മാറിപ്പോവരുത്. ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന വാക്സി തിക്ക് ലെയറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും, സ്റ്റൊമാറ്റ എന്ന് പറയുന്നതിൻ്റെ ഫംഗ്ഷൻ ലീവ്സിൽ എപ്പിഡെർമിസിൽ കാണുന്ന ഈ ഒരു സ്റ്റൊമാറ്റ എന്താണ് ചെയ്യുക? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനും ട്രാൻസ്പിരേഷനും സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും ട്രാൻസ്പിരേഷനും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ആൻഡ് ഈച്ച് സ്റ്റോമ ഈസ് കമ്പോസ്ഡ് ഓഫ് 2 ബീൻ ഷേപ്ഡ് സെൽസ്. ഇനി ഓരോ സ്റ്റോമയും 2 ബീൻ ഷേപ്ഡ് സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബീൻ ഷേപ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഗോഡ് സെൽസ്. ആ ബീൻ ഷേപ്ഡ് സെൽസിനെ വിളിക്കുന്ന പേരെന്താണ്? ഗോഡ് സെൽസ് എന്നാണ് പറയാം. അപ്പം ഓരോ സ്റ്റോമയിലും എത്ര ഗോഡ് സെൽസ് ഉണ്ടാകും? 2 ഉണ്ടാകും. ഓരോ സ്റ്റോമ കമ്പോസ് ചെയ്തിട്ടുള്ളത് 2 ഗോഡ് സെൽസ് വെച്ചിട്ടാണ്. ക്ലിയർ ആണല്ലോ? ആൻഡ് വിച്ച് എൻക്ലോസ് ദ സ്റ്റൊമാറ്റൽ പോർ. ഈ ഒരു ഗോഡ് സെൽസ് ആണ് സ്റ്റൊമാറ്റൽ പോറിനെ എൻക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഈ ഗോഡ് സെൽസ് സ്റ്റൊമാറ്റൽ പോറിനെ എൻക്ലോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മളുടെ ഗോഡ് സെൽസ് എന്ന് പറയുന്നത്. ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ കണ്ടോ? ഇതാണ് നമ്മളുടെ ഗോഡ് സെൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗോഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്താ? അതാണ് ഈ സ്റ്റൊമാറ്റൽ പോറിനെ ഇതാണ് നമ്മുടെ സ്റ്റൊമാറ്റൽ പോർ. ഈ ഒരു ഞാനിപ്പോൾ പർപ്പിൾ കളറിൽ മാർക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റൊമാറ്റൽ പോറിനെ എൻക്ലോസ് ചെയ്ത് നിൽക്കുകയാണ് ആരുടെ ജോലി? മക്കളെ? നമ്മളുടെ ഇതാണ് ഗോഡ് സെൽസ്. ഓക്കെ, ഈ ഓറഞ്ച് കളറുള്ളതാണ് ഗോഡ് സെൽ എന്ന് പറയുന്നത്. ഈ ഗോഡ് സെൽസ് ബീൻ ഷേപ്ഡ് ആണ്. ഇതൊരു സ്റ്റൊമാറ്റയാണ്. ഈ ഒരു സ്റ്റോമയിലാണ് മക്കളെ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? 2 ബീൻ ഷേപ്ഡ് സെൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരൊറ്റ സ്റ്റോമയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരൊറ്റ സ്റ്റോമയിൽ നമുക്ക് 2 ബീൻ ഷേപ്ഡ് സെൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ 2 ബീൻ ഷേപ്ഡ് സെൽസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ആൻഡ് ഇവരെ ബീൻ ഷേപ്ഡ് സെൽസ് എന്നല്ല, അവരെ എന്താണ് വിളിക്കുക? ഗോഡ് സെൽസ് എന്നാണ് വിളിക്കുക. ഈ ഗോഡ് സെൽസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ പറയുന്ന സെൻട്രൽ പോർഷനിൽ സ്റ്റൊമാറ്റൽ പോറിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ സ്റ്റൊമാറ്റൽ പോർ ആണെങ്കിൽ ഇതിനെങ്ങനെ എൻക്ലോസ് ചെയ്തിട്ടാണ് മക്കളെ എന്ത് നിൽക്കുന്നത്? നമ്മളുടെ ബീൻ ഷേപ്ഡ് ഗോഡ് സെൽസ് നിൽക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? സോ each stoma is composed of 2 bean-shaped cells known as God cells which enclose the stomatal pore. And in grasses, the God cells are dumbbell-shaped. Grassil God cells എങ്ങനെയാണ് മക്കളെ കാണുന്നത്? dumbbell-shaped ആണ് കാണുക. അല്ലാത്തവരിൽ ഈ God cells bean-shaped ആയിരിക്കും. എന്താ dumbbell-shaped? ഡംബൽ അറിയില്ലേ നിങ്ങൾക്ക്? ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. കുറേ പേര് ഇപ്പം മിക്ക ഗേൾസും ബോയ്സും ഒക്കെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. ഫിറ്റ്നസ് അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് ഡംബൽ അറിയാം. നമ്മളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഡംബൽ അറിയുണ്ടാവും. സോ ഡംബൽ ഷേപ്ഡ് ആയിരിക്കും ഗ്രാസിലത്തെ ഗോഡ് സെൽ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ? ഡംബൽ ഷേപ്ഡ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് ഡംബൽ ഷേപ്ഡ് ഗോഡ് സെൽ എന്ന് പറയുന്നത്. ഇത് ആരിലാണ് കാണുക? ആർക്കാണ് മക്കളെ ഈ ഒരു ടൈപ്പ് ഓഫ് ഗോഡ് സെൽസ് ഉണ്ടാവുക? ഇഫ് ദ ഗോഡ് സെൽസ് ആർ ഡംബൽ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ആർക്കാണ്? ഗ്രാസിനാണ്. ഓക്കെ, ഗ്രാസസിന് എങ്ങനെയാണ് മക്കളെ ഉണ്ടാവുക? ഡംബൽ ഷേപ്ഡ് ആയിരിക്കും ഉണ്ടാവുക. സ്റ്റൊമാറ്റ വിത്ത് ഡംബൽ ഷേപ്ഡ് ഗോഡ് സെൽസ് ആൻഡ് സ്റ്റൊമാറ്റ വിത്ത് ബീൻ ഷേപ്ഡ് ഗോഡ് സെൽസ്. ഇനി ഈ ബീൻ ഷേപ്ഡ് ഗോഡ് സെൽസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിഡെർമൽ സെൽസ് ആണ്. ആ എപ്പിഡെർമൽ സെൽസ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് സബ്സിഡിയറി സെൽസ്. ഓക്കെ, ദിസ് ഈസ് എ സബ്സിഡിയറി സെൽസ് ആൻഡ് അതും കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഗോഡ് സെൽസ് വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അതും കഴിഞ്ഞിട്ടാണ് ഗോഡ് സെൽസ് വരുന്നത്. സബ്സിഡിയറി സെൽസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറയും. ക്ലിയർ? The outer walls of the God cells away from the stomatal pore are thin. They are thin and the inner walls towards the stomatal pore are thick. Inner walls towards the stomatal pore are thick. Clear ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ?
So, the outer walls of the God cells away from the stomatal pore. അതെങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇതാണ് നമ്മുടെ stomatal pore എന്ന് പറയുന്നത്. ഈ stomatal പോറിൽ നിന്നും away ആയി കിടക്കുന്ന, ഓക്കെ, അതിൽ നിന്നും വിട്ട് കിടക്കുന്ന ആളെയാട്ടോ നമ്മൾ പറയുന്നത്. അതാണ് നമ്മളുടെ ഔട്ടർ വാൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഔട്ടർ വാൾ. stomatal പോറിൽ നിന്നും away ആയിട്ട് നിൽക്കുന്ന ഔട്ടർ വാൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? തിന്നായിരിക്കും. അതെങ്ങനെയായിരിക്കും മക്കളെ? തിന്നായിരിക്കും. ഇനി ഇന്നർ വാൾസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഇന്നർ വാൾസ്. ഇന്നർ വാൾ എന്ന് പറയുമ്പം ടുവേർഡ്സ് ദ സ്റ്റൊമാറ്റൽ പോർ ആണ്. ഔട്ടർ വാൾ എന്ന് പറയുമ്പം എവേ ഫ്രം ദ സ്റ്റൊമാറ്റൽ പോർ ആൻഡ് ഇന്നർ വാൾ എന്ന് പറയുമ്പം ടുവേർഡ്സ് ദ സ്റ്റൊമാറ്റൽ പോർ. ഇന്നർ വാൾ എങ്ങനെയായിരിക്കും മക്കളെ? ഇറ്റ് വിൽ ബി ഹൈലി തിക്കൻഡ്. ഇന്നർ വാൾ ഹൈലി തിക്കൻഡും ആയിരിക്കും, ഔട്ടർ വാൾ ഹൈലി തിന്നും ആയിരിക്കും. ഇത് നമുക്ക് മാറിപ്പോകുന്ന ഒന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കുക ഔട്ടർ ലെയർ അല്ലേ മോർ സ്ട്രോങ് ആയിട്ടിരിക്കേണ്ടത്, അതുകൊണ്ട് ഔട്ടർ ലെയർ തിക്കും ഇന്നർ ലെയർ തിന്നും ആയിരിക്കണം എന്നാണ് നമ്മൾ കരുതുക. അങ്ങനെയല്ല. സ്റ്റൊമാറ്റൽ പോറിൽ നിന്നും എവേ ആയിട്ടുള്ള പോർഷൻ, അതായത് ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് തിൻ ആൻഡ് ഇന്നർ പോർഷൻ ദാറ്റ് ഇസ് ടുവേർഡ്സ് സ്റ്റൊമാറ്റൽ പോർ എങ്ങനെയായിരിക്കും? ദാറ്റ് ഇസ് തിക്ക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അതിൻ്റെ ലെയേഴ്സ് ഒന്ന് തിന്നാണ്, ഒന്ന് തിക്കാണ്. ഔട്ടർ ലെയർ എങ്ങനെയാണ് മക്കളെ? എവേ ഫ്രം ദ സ്റ്റൊമാറ്റൽ പോർ ആണ്, അത് തിന്നാണ്. ഇന്നർ ലെയർ എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സ്റ്റൊമാറ്റൽ പോർ ആണ് ആൻഡ് ദാറ്റ് ഇസ് തിക്ക്. ഓക്കെ. The God cells possess chloroplast and regulate the opening and closing of stomata. ഞാൻ പറഞ്ഞു സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ അതേപോലെ തന്നെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാന്നുള്ളതാണ് സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്തൊക്കെയായിരുന്നു? ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആൻഡ് ട്രാൻസ്പിരേഷൻ. ഈ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പോസ് ഓപ്പൺ ആവണ്ടേ? അപ്പോഴല്ലേ അറ്റ്മോസ്ഫിയറുമായിട്ട് അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ പ്രോസസ്സൊക്കെ നടക്കുകയുള്ളൂ. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗോഡ് സെൽസിൽ എന്തുണ്ട് മക്കളെ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ഇറ്റ് പോസസ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റയുടെ ക്ലോസിങ്ങും ഓപ്പണിംഗും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് ആരിലാണ്? ഗോഡ് സെൽസിലാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ നമുക്കറിയാം ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണെന്ന്. ഈ സ്റ്റൊമാറ്റയുടെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് മക്കളെ? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് എവിടെയാണ്? ഗോഡ് സെൽസിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് സംടൈംസ് എ ഫ്യൂ എപ്പിഡെർമൽ സെൽസ് ഇൻ വിസിനിറ്റി ഓഫ് ദ ഗോഡ് സെൽസ് ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദെയർ ഷേപ്പ് ആൻഡ് സൈസ് നോൺ ആസ് സബ്സിഡിയറി സെൽസ്. അതായത് ചില പ്ലാന്റ്സിൽ ഈ പറയുന്ന നമ്മളുടെ ഗോഡ് സെൽസിൻ്റെ വിസിനിറ്റിയിൽ ഇഫ് ദ ഗോഡ് സെൽസ് ആർ നോട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ചെയ്യും. അവരുടെ ഉള്ള ആ സെൽസ് സ്പെഷ്യലൈസ് ചെയ്യും. എന്തിൽ? അവരുടെ ഷേപ്പിലും സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുത്തിയിട്ട് അവരുടെ സൈസിലൊക്കെ മാറ്റം വരുത്തും. അങ്ങനെ മാറ്റം വരുത്തിയിട്ടുള്ള സെൽസിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊക്കെ സെൽസ് പഠിച്ചു? എപ്പിഡെർമൽ സെൽസ് പഠിച്ചു, ഗോഡ് സെൽസ് പഠിച്ചു, സബ്സിഡിയറി സെൽസ് പഠിച്ചു. ഇതിൽ ഗോഡ് സെൽസിൻ്റെ വിസിനിറ്റിയിൽ ഈ ഷേപ്പും സൈസിലും മോഡിഫിക്കേഷൻ വരുത്തി സ്പെഷ്യലൈസ്ഡ് ആവുന്ന സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്സിഡിയറി സെൽസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? And the stomatal aperture, God cells and surrounding subsidiary cells are together called stomatal apparatus. This is a very important portion. Okay, നിങ്ങൾക്ക് stomatal apparatusൽ ആരൊക്കെ ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. PYQs എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും stomatal apparatusൽ ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ് മക്കളെ? that is stomatal aperture, God cells and subsidiary cells. stomatal aperture, God cells and subsidiary cells. ക്ലിയർ ആയോ? ഏതൊക്കെയാണ്? സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ഗോഡ് സെൽസ്, സബ്സിഡിയറി സെൽസ്. ഈ മൂന്നാളുകളാണ് എവിടെ കാണാൻ പറ്റുക? നമ്മുടെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ ആയോ? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ആരൊക്കെയാണ് കാണുക എന്നിവിടെ എഴുതി തരാം. മക്കളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ, വേറൊരു പേപ്പറിൽ എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഓക്കെ. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ആരൊക്കെയാണ് മക്കളെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക? ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ. രണ്ടാമത്തേതാണ് നമ്മളുടെ ഗോഡ് സെൽസ്. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് എന്നാലും എഴുതുകയാണ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ഗോഡ് സെൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സബ്സിഡിയറി സെൽസ്. സബ്സിഡിയറി സെൽസും ഗോഡ് സെൽസും അതുപോലെ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ എന്ന് വെച്ചാൽ സ്റ്റൊമാറ്റൽ പോർ. സ്റ്റൊമാറ്റൽ പോർ, ഗോഡ് സെൽസ് ആൻഡ് സബ്സിഡിയറി സെൽസ്. ഈ മൂന്ന് ആളുകൾ കൂടിയതാണ് മക്കളെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ?
subsidiary cells. This is very important, okay? Very, very important ആയിട്ടുള്ള ഒരു പോർഷനാണ്. എല്ലാവരും പഠിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഈ ഒരു ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. ഇതിൽ ഏതാണ് ഗ്രാസിൻ്റെത്, ഏതാണ് മറ്റ് പ്ലാന്റ്സിൻ്റെത് എന്നുള്ളത്. അതായത് ഡംബൽ ഷേപ്പാണ് ഗ്രാസിൻ്റെ വരിക, അല്ലാത്തതൊക്കെ ബീൻ ഷേപ്ഡ് ആയിരിക്കും വരാം. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ദ സെൽസ് ഓഫ് ദി എപ്പിഡെർമിസ് ബിയർ എ നമ്പർ ഓഫ് ഹെയർസ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എപ്പിഡെർമൽ അപ്പൻഡേജസിൽ ട്രൈക്കോംസും ഉണ്ട്, റൂട്ട് ഹെയർസും ഉണ്ട്. ട്രൈക്കോംസും ഉണ്ട്, ഹെയർസും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്ന എപ്പിഡെർമിസിൻ്റെ സെൽസിൽ നമുക്ക് ഹെയർസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ റൂട്ട് ഹെയർസ്. ആൻഡ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് ദേ ആർ ദ യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ. റൂട്ട് ഹെയർസ് എങ്ങനെയാണ് മക്കളെ? ദേ ആർ യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ഓഫ് ദി എപ്പിഡെർമൽ സെൽസ് ആൻഡ് ഹെൽപ്സ് ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ റൂട്ട് ഹെയർസ് ഉപയോഗിക്കുന്നത്. റൂട്ട് ഹെയർസിൻ്റെ ഫംഗ്ഷൻ, ക്യൂട്ടിക്കിളിൻ്റെ ഫംഗ്ഷൻ, സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ, ഗോഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, 4 പേരുടെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഓർത്ത് വെക്കണം. വാക്സിറ്റിക് ലെയർ ഏതാണ്? ക്യൂട്ടിക്കിളാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റൊമാറ്റോ എന്തിനു വേണ്ടിയിട്ടാണ്? ഗോഡ് സെൽസ്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് നൗ അബൌട്ട് റൂട്ട് ഹെയർ ഓൾസോ. ഓക്കെ, സോ റൂട്ട് ഹെയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ഓഫ് ദി എപ്പിഡെർമൽ സെൽസ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു അബ്സോർബ് വാട്ടർ. അതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ടു അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ പറഞ്ഞു ട്രൈക്കോംസും ഉണ്ട്, റൂട്ട് ഹെയർസും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇവരെവിടെയാണ് കാണുക? അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഓൺ ദ സ്റ്റെം ദ എപ്പിഡെർമൽ ഹെയർസ് ആർ കോൾഡ് ട്രൈക്കോംസ്. സ്റ്റെമ്മിൽ എപ്പിഡെർമൽ ഹെയർസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രൈക്കോംസ് എന്ന് പറയുന്നത്. അല്ലാതെ സ്റ്റെമ്മിൽ പോയിട്ട് നമ്മൾ സ്റ്റെം ഹെയർസ് എന്ന് പറയൂല. സ്റ്റെമ്മിൽ ഈ പറയുന്ന ഹെയറിനെ വിളിക്കുന്ന പേര് ട്രൈക്കോംസ് എന്നാണ്. റൂട്ടിലാണെങ്കിൽ നമ്മൾ അതിനെ റൂട്ട് ഹെയർസ് എന്നാണ് പറയാം. ക്ലിയർ ആണോ മക്കളെ? ഇവിടെ നോക്ക് മക്കളെ. സ്റ്റെമ്മിലാണെന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രൈക്കോംസ്. റൂട്ടിലാണെന്നുണ്ടെങ്കിൽ അവരാണ് റൂട്ട് ഹെയർസ്. ക്ലിയർ ആണല്ലോ? സ്റ്റെമ്മിലെ ഹെയറിനെ വിളിക്കുന്ന പേരാണ് ട്രൈക്കോംസ്, റൂട്ടിലത്തെ ഹെയറിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് ഹെയർസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ഓൺ ദ സ്റ്റെം ദ എപ്പിഡെർമൽ ഹെയർസ് ആർ കോൾഡ് ട്രൈക്കോംസ് ആൻഡ് the trichomes in the shoot system are usually multicellular. ഇവിടെ 2 ഡിഫറൻസസ് നമ്മളിപ്പോൾ പഠിച്ചു ഹെയർസിനെ പറ്റിയിട്ട്. സ്റ്റെമ്മിലെ ഹെയറിനെ വിളിക്കുന്ന പേര് ട്രൈക്കോം എന്നും റൂട്ടിലെ ഹെയറിനെ വിളിക്കുന്ന പേര് റൂട്ട് ഹെയർസ് എന്നുമാണ്. സ്റ്റെമ്മിലത്തെ ഹെയറിൻ്റെ പ്രത്യേകത അത് മൾട്ടി സെല്ലുലാർ ആണ്. റൂട്ട് ഹെയറിൻ്റെ പ്രത്യേകത അത് യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ആണ്. മറന്നു പോവോ? ഓർത്ത് വെക്കൽ നിർബന്ധമാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റൂട്ട് യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ആണ് അവിടുത്തെ ഹെയർ വരുന്നത്. ട്രൈക്കോംസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, they are multicellular and here they are unicellular. They may be branched or unbranched and soft or stiff. They may even be secretory and trichomes helps in preventing water loss due to transpiration. മേലെ നമ്മൾ റൂട്ട് ഹെയർ പറഞ്ഞ സമയത്ത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദി സോയിൽ. സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുക എന്നതായിരുന്നു റൂട്ട് ഹെയറിൻ്റെ ഫംഗ്ഷൻ. അറ്റ് ദി സെയിം ടൈം ട്രൈക്കോമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിംഗ് ദ വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ കാരണം ഉണ്ടാവുന്ന വാട്ടർ ലോസിനെ പ്രിവെൻറ്റ് എന്നതാണ് നമ്മളുടെ എന്തിൻ്റെ ഫംഗ്ഷൻ മക്കളെ? ട്രൈക്കോമിൻ്റെ ഫംഗ്ഷൻ. റൂട്ട് ഹെയറിൻ്റെ ഫംഗ്ഷൻ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ് ചെയ്യുക. ഇവിടെ നിന്ന് സോയിലിൽ നിന്നും. ക്ലിയർ ആണല്ലോ? ഏതാണ് യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ? റൂട്ട് ഹെയർ ആണ്. മൾട്ടി സെല്ലുലാർ ഇലോങ്ങേഷൻ ഏതാണ്? ട്രൈക്കോം ആണ്. സ്റ്റെം ഹെയർ എന്ന് പറയില്ല, ട്രൈക്കോം എന്നാണ് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഇതോടുകൂടെ നമ്മളുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കഴിഞ്ഞു. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ടെടുക്കാം. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ അവിടുത്തെ സെൽസ്, എപ്പിഡെർമൽ സെൽസിനെ പറ്റിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇലോങ്ങേറ്റഡ് ആണ്, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആണ്. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആകുമ്പോൾ അത് കണ്ടിന്യൂസ് ആണ് ആൻഡ് സിംഗിൾ ലെയർഡ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്, സിംഗിൾ ലെയർഡ് ആണ്. പിന്നെന്താ പറഞ്ഞ? പാരങ്കൈമാറ്റസ് ആണ്. സൈറ്റോപ്ലാസം, ദാറ്റ് ഈസ് സൈറ്റോപ്ലാസം എങ്ങനെയായിരുന്നു? ആ ഒരു സെൽ വാളിനെ ലൈൻ ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തും പ്രസൻ്റ് ആയിരിക്കും, വാക്യൂളും പ്രസൻ്റ് ആയിരിക്കും. സെൽ വാളിനെ ലൈൻ ചെയ്തിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാക്യൂള് പ്രസൻ്റ് ആണ്.
ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ ആണല്ലോ മക്കളെ? പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ക്യൂട്ടിക്കിൾ, അതായത് വാക്സിറ്റി ക്ലിയർ ആയിട്ടുള്ള ക്യൂട്ടിക്കിൾ വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് സ്റ്റൊമാറ്റോ എന്താണെന്ന് പറഞ്ഞു, ആ സ്റ്റൊമാറ്റോയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഗോഡ് സെൽസ് പറഞ്ഞു. അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഗോഡ് സെൽസ് ഉണ്ട്. ബീൻ ഷേപ്ഡ് ഗോഡ് സെൽസും ഉണ്ട്, ഡംബൽ ഷേപ്ഡ് ഗോഡ് സെൽസും ഉണ്ട്. നമ്മൾ ഈ ഗ്രാസിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡംബൽ ഷേപ്ഡ് ആണ്. അല്ലാത്ത കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബീൻ ഷേപ്ഡ് ആണ്. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞു. ഇവരുടെ ഡിഫറൻസസ് പറഞ്ഞു. സബ്സിഡിയറി സെൽസ് എപ്പോഴാണ് മക്കളെ സബ്സിഡിയറി സെൽസ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് സെൽ. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇൻ ദ വിസിനിറ്റി ഓഫ് ദി ഗോഡ് സെൽസ്. ഗോഡ് സെൽസിൻ്റെ വിസിനിറ്റിയിൽ സറൗണ്ടിങ് സെൽസ് ഒക്കെ സ്പെഷ്യലൈസ്ഡ് ആകും ബേസ്ഡ് ഓൺ ദെയർ സൈസ് ആൻഡ് ഷേപ്പ്. അങ്ങനെ വരുന്ന സെൽസിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? സ്റ്റൊമാറ്റൽ അപ്പേർച്ചർ ഉണ്ട്, ഗോഡ് സെൽസ് ഉണ്ട്, സബ്സിഡിയറി സെൽസ് ഉണ്ട്. ഈ 3 പേരടങ്ങിയതാണ് മക്കളെ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മൾ 2 ടൈപ്പ് ഓഫ് ഹെയർസിനെ പറ്റി പറഞ്ഞു. അതായത് റൂട്ടിൽ കാണുന്ന ഹെയറിനെ നമ്മൾ വിളിക്കുന്നത് റൂട്ട് ഹെയർ എന്നാണ്. സ്റ്റെമ്മിൽ കാണുന്ന ഹെയറിനെ വിളിക്കുന്നത് ട്രൈക്കോംസ് എന്നാണ്. ഇനി ഈ റൂട്ട് ഹെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ യൂണിസെല്ലുലാർ ഇലോങ്ങേഷൻ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ ഫങ്ഷൻ സോയിലിൽ നിന്നും വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുക. നമ്മൾ ട്രൈക്കോംസിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടി സെല്ലുലാർ ഇലോങ്ങേഷനാണ്. ആൻഡ് അവരുടെ ഫങ്ഷൻ എന്താണ്? പ്രിവെൻറ്റ് ചെയ്യുക. എന്തിനെ? വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക. ട്രാൻസ്പിറേഷൻ കാരണം ഉണ്ടാകുന്ന വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ട്രൈക്കോംസിൻ്റെ ഫങ്ഷൻ. ആൻഡ് ഇറ്റ് മേ ബി സെക്രീറ്ററി. ട്രൈക്കോംസ് എങ്ങനെയായിരിക്കും? സെക്രട്ടറി ആയിരിക്കും. ബ്രാഞ്ച്ഡ് ആവാം, അൺബ്രാഞ്ച്ഡ് ആവാം, സോഫ്റ്റ് ആവാം, സ്റ്റിഫ് ആവാം. ഇത്രയും കാര്യങ്ങൾ പക്ക ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓൾ സെറ്റ് അല്ലേ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ? ദാറ്റ് ഈസ് ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. അതാണ് എന്ത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇനി യാതൊരുവിധ കൺഫ്യൂഷനും മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് നമ്മൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പഠിക്കും, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പഠിക്കും, വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം പഠിക്കും. ഓരോ ടിഷ്യൂ സിസ്റ്റം ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പറയാൻ പോവാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരിക്കലും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ കേൾക്കും. അവിടെയാണ് ശരിക്കും നിങ്ങൾ അനാട്ടമി എന്താണെന്ന് പറയാൻ പോകുന്നത്. അനാട്ടമിയിലാണ് സൈലം, ഫ്ലോയം എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറയുന്നത്. സോ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. ഇന്ന് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോർഷനും കൂടെ ഉണ്ട്. ഓക്കെ, അത് ഭയങ്കര ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അതോടുകൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. സോ നിങ്ങളുടെ 2 ടിഷ്യൂ സിസ്റ്റം കഴിയും. ഏതൊക്കെ? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പം ഇത് രണ്ടും പക്ക ആക്കി വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം അപ്പോൾ തന്നെ പഠിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, ദ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലും വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലും ഇല്ലാത്ത എല്ലാവരും ആരാണ് മക്കളെ? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ്. ഓക്കെ, ബാക്കി എല്ലാവരും എവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓൾ ടിഷ്യൂസ് എക്സെപ്റ്റ് എപ്പിഡെർമസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽ കൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രൗണ്ട് ടിഷ്യൂസ്. ഓക്കെ, എങ്ങനെയാണ്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിലും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാവരും ആരാണ് മക്കളെ? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ ടിഷ്യൂസ് സച്ച് ആസ് പാരൻകൈമ, കൊല്ലൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ. ഈ ഗ്രൗണ്ട് ടിഷ്യൂലാണ് ആരെ കാണുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പാരൻകൈമാറ്റ സെൽസ് എന്താ, കൊള്ളൻകൈമാറ്റ സെൽസ് എന്താണ്, സ്ക്ലീറൻകൈമാറ്റ സെൽസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് നമുക്ക് മുന്നേത്തെ, അതായത് ബിഫോർ 2 years 3 years ഉള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷൻ നിങ്ങൾക്ക് എടുത്തിട്ട് അതിൻ്റെ ഡയഗ്രാംസ് ഞാൻ എന്ത് ചെയ്യാം? കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ക്ലാരിറ്റി വരും. ഓക്കെ, സോ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലുള്ള ഒന്നാമത്തെ ആളാണ് മക്കളെ പാരൻകൈമ, രണ്ടാമത്തേതാണ് കൊള്ളൻകൈമ, ആൻഡ് ദ തേർഡ് വൺ ദാറ്റ് ഈസ് സ്ക്ലീറൻകൈമ. ക്ലിയർ ആണല്ലോ? ഇനി എവിടെയാണ് മക്കളെ ഈ ഒരു പാരൻകൈമാറ്റ സെൽസ് കാണുക? യൂഷ്വലി പാരൻകൈമാറ്റ സെൽസ് കാണുന്നത് കോർട്ടെക്സിലാണ്. എവിടെയാണ്? കോർട്ടെക്സിൽ പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ് ആൻഡ് പ്രൈമറി സ്റ്റെംസിലും റൂട്ട്സിലുമാണ് നമ്മൾക്ക് എന്ത് കാണാൻ പറ്റുക? പാരൻകൈമാറ്റ സെൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക.
ഓക്കെ, പാരൻകൈമാറ്റ സെൽസ് കാണുന്ന സ്ഥലം ഏതൊക്കെയാണ്? മെഡുലറി റേസ്, പെരിസൈക്കിൾ, പിറ്റ്, അതുപോലെ തന്നെ സ്റ്റെം, പ്രൈമറി സ്റ്റെം, കോർട്ടെക്സ്. ഇവിടെയൊക്കെയാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുക? പാരൻകൈമാറ്റ സെൽസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആൻഡ് ഇൻ ലീവ്സിൻ്റെ കേസിൽ ഈ ഗ്രൗണ്ട് ടിഷ്യൂവിൽ ആരൊക്കെയുണ്ട്? തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് സെൽസ് ആൻഡ് ഈസ് കോൾഡ് മീസോഫിൽ. ടിഷ്യൂ സിസ്റ്റം, നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം പഠിക്കുമ്പോൾ സ്റ്റെമ്മിലൊക്കെ കാണുന്ന, പ്രൈമറി സ്റ്റെമ്മിലൊക്കെ കാണുന്നത് പാരൻകൈമാറ്റ സെൽസ് ആണ്. അറ്റ് ദി സെയിം ടൈം ലീവ്സിലൊക്കെ ഇവരുടെ തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്. ആ തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റിൽ ആരുണ്ട്? സെൽസ് ഉണ്ട്. ആ സെൽസ് ആണ് മീസോഫിൽ സെൽ. സോ ഈ മീസോഫിലൊക്കെ ഗ്രൗണ്ട് ടിഷ്യൂവിൽ പെടുന്ന ആളുകളാണ്. ക്ലിയർ? ചിലർക്ക് ഒരു ധാരണയുണ്ട് മീസോഫിലൊക്കെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലാണ് ഉള്ളത്. അങ്ങനെയല്ല. ഈ മീസോഫിൽ അതുപോലെ തന്നെ നമ്മളുടെ പാരൻകൈമ, കൊളൻകൈമ, സ്ക്ലീറൻകൈമ, ഈ സെൽസ് ഒക്കെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലുള്ള ആളുകളാണ്. ക്ലിയർ ആയോ മക്കളെ? അതിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട. ഇത്രയാണ് നമുക്ക് ഗ്രൗണ്ട് സിസ്റ്റത്തിലുള്ളൂ. ലീവ്സിൻ്റെ കേസിൽ ഗ്രൗണ്ട് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത് അവർക്ക് മീസോഫിൽ സെൽസ് പ്രസൻ്റ് ആണെന്നുള്ളതാണ്. ഈ മീസോഫിൽ സെൽസ് കാണുന്നത് നമ്മളുടെ തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റിലാണ്. തിൻ വാൾഡ് ക്ലോറോപ്ലാസ്റ്റിലാണ് മീസോഫിൽ സെൽസ് കാണുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ആൻഡ് വെരി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മളുടെ റൂട്ട്, സ്റ്റെം, ലീഫ്, ഇതിൻ്റെ കമ്പാരിസണുമാണ് പഠിക്കാൻ പോകുന്നത്. അൺടിൽ ദാറ്റ് യു ഹാവ് ടു ലേൺ വാട്ട് എവർ ഐ ഹാവ് ടീച്ച്ഡ് ടുഡേ. ഞാൻ എന്തൊക്കെയാണോ ഇന്ന് നിങ്ങൾക്ക് എടുത്തു തന്നതൊക്കെ നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വരിക. അങ്ങനെ തന്നെ ഞാൻ പറയും, ക്ലാരിറ്റിയോട് കൂടെ പഠിക്കണം എന്നുള്ള രീതിക്ക് പെട്ടെന്ന് ഓടിച്ചു വിട്ട് പഠിച്ചാൽ നിങ്ങൾക്കത് വീണ്ടും ടൈം ലാപ്സിങ് വരും. അതായത് പിന്നീട് പഠിക്കുമ്പോൾ വീണ്ടും അത്രയും ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് അത്രയും ടൈം വേസ്റ്റ് ചെയ്ത പോലെ ആവും. ഫസ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ നല്ല ക്ലാരിറ്റിയോട് കൂടെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് ഇരുന്ന് പഠിക്കുക, ടൈം എടുത്തിട്ട് പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു പോർഷൻ വരുമ്പം, അടുത്തൊരു ടൈം വരുമ്പം നിങ്ങൾക്കതൊന്നും കൂടെ ഈസി ആയിട്ട്, ഇപ്പോൾ നിങ്ങളൊരു 2 hour സ്പെൻഡ് ചെയ്തിട്ടാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ദ വെരി നെക്സ്റ്റ് ടൈം നിങ്ങൾ വായിക്കുന്ന സമയത്ത് അതിന് ചിലപ്പോൾ ഒരു 1.5 hour, അടുത്ത സമയം വായിക്കുമ്പോൾ അത് 1 hour മതി. പിന്നീട് നിങ്ങൾക്ക് വിത്തിൻ ഒരു 10 to 15 ടൈംസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചിട്ട് പോകാൻ പറ്റുന്ന അത്രയും സ്പീഡാവും. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൻറ്റിൽ ദാറ്റ്, താങ്ക് യു.